ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്, റാഹത്താണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ നോമ്പായിട്ടാണ് വീഡിയോ ചെയ്യാറില്ല. എന്താ പറയുക, കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചധികം സമീപിക്കണം. അപ്പോൾ അതുകൊണ്ട് ചെയ്യാറില്ല വീഡിയോസൊന്നും. ഒന്നോ രണ്ടോ വീഡിയോ അങ്ങനെ ചെയ്തിട്ടുള്ളൂ നോമ്പായിട്ട്, ഇൻഷാ അല്ലാഹ്. പിന്നെ ഞാൻ വന്ന വീഡിയോ എന്താ പറയുക, പിന്നെ പെട്ടെന്ന് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരില്ലേ, ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടാനും സാമ്പത്തികമായിട്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു പ്രാർത്ഥന നമ്മൾ എന്നും പതിവ് കുറച്ച് അധികം ചെല്ലാനുണ്ട്. ചെറിയ ഇസ്മാണ്, അള്ളാഹുവിൻ്റെ ഇസ്മാൽ ഹുസ്നയിൽപ്പെട്ട ചെറിയ ഇസ്മാണ്. ആ ഒരു ഇസ്മില്ലേ നമ്മളെന്നും 1000 തവണ ചെല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ച് സമയം മതി, അരമണിക്കൂറൊക്കെ മതി. അപ്പോൾ ആ ഒരു ഇസ്മ നമ്മൾ ചെല്ലുകയാണെങ്കിലോ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല, ഐശ്വര്യം ഉണ്ടാവും, അതുപോലെ വീട്ടിൽ സമാധാനം ഉണ്ടാവും. അതേപോലെ എന്താ പറയുക, തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീങ്ങി സന്തോഷം സമാധാനം ഉണ്ടാവും. അപ്പം അതാണ് ഈ ഇസ്മാനിട്ടത്. യാ മൊയ്നി യാ അല്ലാ, യാ മൊയ്നി യാ അല്ലാ, യാ മൊയ്നി യാ അല്ലാ. ഈ ഒരു ഇസ്മില്ലേ നമ്മൾ 1000 തവണ ദിവസം ഏതെങ്കിലും സമയത്ത്, ഒരേ സമയത്ത് ചെല്ലണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്, നിങ്ങൾക്ക് ഏത് സമയത്താണ് നിങ്ങൾക്ക് സൗകര്യമുള്ളത് ആ സമയത്ത് നിങ്ങൾ ചെല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കണക്ക് വെച്ച് ചെല്ലുക കേട്ടോ. 1000 തവണ തന്നെ ചെല്ലണം. 1000 തവണ കൂടും വേണ്ട, കുറയും വേണ്ട, ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ ഒരു മോഹിനി എന്ന ഇസ്മില്ലേ 1000 തവണ നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ള നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസവും എന്താ ഞെരുക്കങ്ങൾ വരില്ല. സാമ്പത്തിക ഞെരുക്കവും സാമ്പത്തിക പ്രയാസവും കടം കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടാണ് നമുക്ക് അള്ളാഹുവിൻ്റെ കാവ്യ രക്ഷയുണ്ടാവും. പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു പൈസക്ക് അത്യാവശ്യമായിട്ടും ബുദ്ധിമുട്ടായി വരുമ്പോൾ ഈ ഇസ്മ പതിവാക്കുന്നവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് റബ്ബ് കൊടുക്കില്ല. അപ്പം എല്ലാ നിസ്കാരത്തിന് ശേഷം പിന്നെ ഒരു കണക്ക് വെച്ച് ചെല്ലുക, അല്ലെങ്കിൽ ഒറ്റയിരിപ്പ് തന്നെ ഇരുന്ന് ചെല്ലുക കേട്ടോ. ഒറ്റയിരിപ്പ് തന്നെ ഇരുന്ന് ചെല്ലണമെന്നില്ല, 1000 പൂർത്തിയാക്കിയാൽ മതി. അപ്പം നിങ്ങൾ എല്ലാ നിസ്കാരത്തിന് ശേഷം 200 ചെല്ലുകയാണെങ്കിൽ, പിന്നെ 5 വക്ത് നിസ്കാരത്തിന് ശേഷം ചെല്ലുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അപ്പോൾ അതേപോലെ ചെല്ലുക, അല്ലെങ്കിൽ ഒറ്റയിരിപ്പ് തന്നെ ഇരുന്നില്ല, 1/2 മണിക്കൂർ ഇരുന്നാൽ മതിയല്ലോ. അപ്രത്യക്ഷമായി പെട്ടെന്ന് പിന്നെ എന്താ പറയുക, പണത്തിനൊക്കെ ഒരു ആവശ്യം വന്നാൽ അത് നമുക്ക് ലഭിക്കും. കടങ്ങൾ വീടും, അനുഗ്രഹങ്ങൾ വർദ്ധിക്കും, സമാധാനം നൽകും. അപ്പം അതിന് സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനാണ് പേടിക്കുന്നല്ലേ? പിന്നെ റബ്ബിൻ്റെ സഹായം, റബ്ബിൻ്റെ പൊരുത്തം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? അള്ളാഹു എല്ലാവർക്കും ഈ റമദാൻ മാസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ഐശ്വര്യവും എല്ലാവിധ എന്താ പറയുക റമദാൻ മാസത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചിട്ടൊക്കെ നമ്മളെല്ലാം റബ്ബ് പെടുത്തട്ടെ. നമ്മളെ മക്കളെയും ഭർത്താക്കന്മാരെയും നമ്മളെ കുടുംബത്തിനെയും നമ്മളെ അയൽവാസികളെല്ലാം റബ്ബ് പെടുത്തട്ടെ. അതേപോലെ എന്താ പറയുക, നമ്മൾ നോമ്പും നമ്മൾ നിസ്കാരങ്ങളും അള്ളാഹു സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും മരണത്തെ തൊട്ടും എന്താ പറയുക മാരാരോഗങ്ങൾ തൊട്ടും നമ്മളെ കാക്കട്ടെ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടണേ, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടണേ. അതേപോലെ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നി നിങ്ങൾ മറ്റൊരാൾക്കൊന്ന് ഷെയർ ചെയ്ത് വെക്കണം കേട്ടോ. എല്ലാവരും ദുആ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.